പത്തനംതിട്ടയിൽ വിദ്യാർത്ഥി കയറുന്നതിനിടെ സ്വകാര്യ ബസിന്റെ വാതിലടച്ചു. റോഡിലേക്ക് തെറിച്ചു വീണ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. തിരുവല്ലക്കടുത്ത് പൊടിയാടിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, കാണാം. എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നുണ്ട്. ജയശങ്കർ, ഇതൊരു അലംഭാവത്തിന്റെ ഒരു ലക്ഷണമാണല്ലോ ഈ കണ്ടത്. ഈ അപകടത്തിന് കാരണം വിവരങ്ങൾ എന്താണ്? അതായത് GK, ഇന്ന് രാവിലെ 8 കൂടിയാണ് തിരുവല്ലക്കടുത്ത പൊടിയാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു വിദ്യാർത്ഥി ബസ്സിലേക്ക് കയറാൻ വരുന്നു. ആ വിദ്യാർത്ഥി കയറുന്നതിന് മുമ്പ് ഈ രഘുമോൾ എന്ന് പറയുന്ന ഈ ബസ്സിൻ്റെ ഡോറുകൾ അടയ്ക്കുന്നു. അങ്ങനെ ആ വിദ്യാർത്ഥി ബസ്സിൽ നിന്ന് തെറിച്ച് വീഴുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ബസ്സുകാരുടെ തികഞ്ഞ അലംഭാവമാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥി ബസ്സിൽ നിന്ന് തെറിച്ച് വീഴാനുള്ള ഒരു കാരണമായി നമുക്ക് മനസ്സിലാവുന്നത്. ഈ ബസ്സിന് പിന്നിൽ മറ്റു വാഹനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഓവർടേക്ക് ചെയ്ത് വന്നിരുന്നുവെങ്കിൽ ഈ വിദ്യാർത്ഥിയുടെ ജീവിതം തന്നെ വലിയ ആപത്ത് സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഈ പിന്നീട് ഈ നാട്ടുകാരൊക്കെ തന്നെ നിർത്താതെ പോയ ബസ്സിന് പിന്നാലെ പോയി ഇവരെ പിടികൂടിയെങ്കിലും ഇവർ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, തങ്ങൾ അത്തരത്തിലൊരു സംഭവം അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനാണ് ഈ ബസ് ഉടമകൾ ശ്രമിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥി ഈ ബസ്സിൻ്റെ ഡോറ് അടച്ചതുമൂലം റോഡിലേക്ക് തെറിച്ച് വീഴുന്ന സാഹചര്യമാണ്. ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം വിദ്യാർത്ഥി നേരെ ഈ ഡോറിനടുത്തേക്ക് വരുന്നു. വിദ്യാർത്ഥി കയറുന്നതിന് മുമ്പ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ ബസ്സിൻ്റെ ഡ്രൈവർ ഇത്തരത്തിൽ ഡോറ് അടയ്ക്കുന്നു. ആ ഡോർ അടച്ചതോടുകൂടി വിദ്യാർത്ഥി റോഡിലേക്ക് തെറിച്ച് വീഴുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് വണ്ടികളൊന്നും ആ വഴിക്ക് വരാത്തത് കൊണ്ട് മാത്രമാണ് വിദ്യാർത്ഥിക്ക് ജീവൻ തന്നെ രക്ഷപ്പെട്ടതെന്ന് നമുക്ക് പറയാം. എന്തായാലും പോലീസ് ഈ വിഷയം അന്വേഷിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ, ഈ സംഭവം കണ്ടു നിന്ന നാട്ടുകാർ ഉൾപ്പെടെ ഈ ബസ്സിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന കാര്യമാണ് പറയുന്നത്. കാരണം ഒരു ബസ്സാകുമ്പോൾ ബസ് എടുക്കുന്ന സമയത്തൊക്കെ ആളുകൾ വന്ന് കയറാൻ ശ്രമിക്കും. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒക്കെ ഒരു തരത്തിലുള്ള ശ്രദ്ധ വേണം. എന്നാൽ ഇവിടെ ഈ തിരുവല്ലയിലെ ഈ പൊടിയാടിയിലെ സംഭവത്തിൽ അത്തരത്തിലൊരു ശ്രദ്ധയുണ്ടായില്ല. എന്തായാലും ഈ വിദ്യാർത്ഥിയുടെ മറ്റു തരത്തിലുള്ള പരിക്കുകളൊന്നുമില്ല. അത്ഭുതകരമായാണ് വിദ്യാർത്ഥി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എ ബി ജയശങ്കർ ആണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.